ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റായി നിങ്ങൾക്ക് ഈ മാസം നല്ല ഇൻകം കിട്ടി, അടുത്ത മാസം സീറോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഹൗ ടു ബിൽഡ് സ്റ്റേബിൾ ആൻഡ് പാസീവ് ഇൻകം. എങ്ങനെയാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള അതുപോലെ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും? ഇന്ന് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ഇന്ന് കേരളത്തിൽ ഇൻഷുറൻസ് അവയർനെസ് വളരെ വേഗത്തിൽ വളരുന്നു. ആക്റ്റീവ് സെയിൽസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഇൻഷുറൻസ് ഏജന്റുമാർ പലപ്പോഴും മാർക്കറ്റിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്മാർട്ട് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏജന്റുമാർ അവർ ഒരു പാസീവ് ഇൻകം സിസ്റ്റം കൂടെ ക്രിയേറ്റ് ചെയ്തു വെക്കുന്നു. ഞാൻ ഈ പറയുന്ന പാസീവ് ഇൻകം സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജോബ് മാത്രമായിട്ട് കാണേണ്ട ഒരു ലോങ് ടേം അസറ്റ് ആണ്. മിക്കവാറും എല്ലാ ഏജന്റ്സും റൺ മോഡിലാണ്. എന്താണ് റൺ മോഡ്സ്? കോൾസ്, ഫോളോ അപ്പ്, ടാർഗറ്റ്സ്, ഇതാണ് റൺ മോഡ്. ഇങ്ങനെ റൺ മോഡിലാണെങ്കിലും അടുത്ത മാസത്തെ അവരുടെ ഇൻകം ഗ്യാരണ്ടീഡ് അല്ല. റിന്യൂവൽ ക്ലയൻസ് ഇല്ല, കുറയുന്നു. ടീം ഡ്യൂപ്ലിക്കേഷൻ ഇല്ല, ഡിജിറ്റൽ പ്രസൻസ് ഇല്ല. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് വിത്തൗട്ട് മണി ആൻഡ് പീസ്. ഹായ്, എന്റെ പേര് അനീഷ് കുമാർ, ഡിജിറ്റൽ കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജന്റ്സ്. കേരളത്തിലെ 1,00,000-ലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക, അങ്ങനെ അവരെ ഡിജിറ്റലി വിസിബിൾ ആക്കുക. അതിലൂടെ അവർക്ക് ഒരു സ്റ്റേബിൾ ഇൻകം നേടിക്കൊടുക്കുക, അങ്ങനെ അവരെ സൊസൈറ്റിയിലെ ഒരു റെസ്പെക്റ്റഡ് ഡിജിറ്റൽ ഇൻഷുറൻസ് ലീഡറാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഓൺലൈൻ ലേണിംഗ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിനെ എങ്ങനെ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീം ഉണ്ടാക്കാമെന്നും അല്ലെങ്കിൽ പാസീവ് ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള 7 പാത്സിനെ കുറിച്ചാണ്, 7 വഴികളെ കുറിച്ചാണ്. എന്താണ് ആ 7 പാത്തുകൾ എന്ന് നമുക്ക് നോക്കാം. പാത്ത് 1, റിന്യൂവൽ ഇൻകം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയും റിന്യൂവൽ ഇൻകം ആണ്. ഇയർലി കമ്മീഷൻ ഫ്ലോ, പോളിസി നമുക്ക് ഒരു അസറ്റായിട്ട് കാണാം. ഇതൊരു പ്രഡിക്റ്റബിൾ ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കി തരും. 2, ടീം ഡ്യൂപ്ലിക്കേഷൻ. എന്താണ്? നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഏജൻസിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അതിനെ ഒരു ടീമായി മാറ്റുക. ആ ടീമിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എങ്ങനെ? അവരെ ട്രെയിൻ ചെയ്യുക, കൃത്യമായി ട്രെയിൻ ചെയ്യുക. എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ ടീം മൾട്ടിപ്ലൈ ചെയ്യുന്നു, നിങ്ങളുടെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യും. ടീം ഏൺസ് ടുഗദർ, നിങ്ങൾ ഒരുമിച്ച് ഏൺ ചെയ്യുന്നു. ലീഡർഷിപ്പ് ഇൻകം, നിങ്ങളാണ് ആ ടീമിന്റെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ടോപ്പ് ലീഡേഴ്സ്, അത് നിങ്ങൾക്ക് ഇൻകം കൂട്ടിത്തരും. പാർട്ട് നമ്പർ 3, ക്രോസ് സെല്ലിംഗ്. എന്താണ് ഈ ക്രോസ് സെല്ലിംഗ്? നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ വന്നു, അയാൾ നിങ്ങളുടെ കസ്റ്റമറായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി വാങ്ങിയെന്നിരിക്കുക. അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ മോട്ടോർ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സെല് ചെയ്യാവുന്നതാണ്. സെയിം ക്ലയന്റ്, മൾട്ടിപ്പിൾ ഇൻകം. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് മോട്ടോർ ആൻഡ് ലൈഫ് വളരെ പെട്ടെന്ന് സെല് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള റിലേഷൻ മാക്സിമൈസ് ചെയ്യുക. പാർട്ട് നമ്പർ 4, ഡിജിറ്റൽ ഓട്ടോമേഷൻ. എന്താണിത്? വെബിനാർ ക്രിയേറ്റ് ഫ്ലോ. നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് 1-to-1, അതായത് നിങ്ങൾ ഒരു കസ്റ്റമറെ വിളിക്കുന്നു അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. 1-to-1 ആണ്, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ കോളിംഗ്, ഇതാണ്. അതിന് പകരം വെബിനാർസ് 1-to-many നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫണൽസ്, നിങ്ങൾക്ക് ഒരു ഫണൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ്സ് ഓട്ടോമാറ്റിക്കായി 24/7 വരുന്നതായിരിക്കും. അത് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. ഇനി നിങ്ങളുടെ കണ്ടന്റ്സ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ്സ്, വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ്, അത് നിങ്ങൾക്ക് ലീഡ്സ് കൊണ്ടുതന്ന് തരും. പാർട്ട് നമ്പർ 5, പേഴ്സണൽ ബ്രാൻഡ്. പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയോ അല്ലെങ്കിൽ നെയിം ബോർഡോ അല്ലെങ്കിൽ സ്ലോഗനോ ഒന്നുമല്ല പേഴ്സണൽ ബ്രാൻഡ്. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ സ്റ്റോറി, ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ്. അങ്ങനെ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് ബിൽഡ് ട്രസ്റ്റ്. നിങ്ങളുടെ മുഖം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതോടെ നിങ്ങൾ പറയുന്ന വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അപ്പോൾ റെഫറൻസ് നാച്ചുറലി നിങ്ങളുടെ അടുത്തേക്ക് വരും. ആൾക്കാർ നിങ്ങളെ റെഫർ ചെയ്യും. അവിടെ നിങ്ങളെ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ അവിടെ ഒരു സെയിൽസ് ഏജന്റ് അല്ല, മറിച്ച് ഒരു എക്സ്പേർട്ട് ആണ്. പാർട്ട് നമ്പർ 6, അപ്സെൽ പ്ലാനിങ്. എന്താണ്? നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് വെൽത്ത് കോംബോ, ഹെൽത്ത് പ്ലസ് വെൽത്ത് കോംബോ, അതായത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്ലാൻസിനെ കുറിച്ച് നിങ്ങൾ സെല് ചെയ്യും. അതാണ് ഒരു പ്ലാൻ അപ്സെൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉയർത്തുന്ന രീതിയിലേക്ക് ഹെൽത്ത് പ്ലസ് വെൽത്ത് കോംബോ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഗുണം എന്താണ്? ബിഗ്ഗർ പ്രീമിയം വാല്യൂ. നിങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെ ബിഗ്ഗർ പ്രീമിയം വാല്യൂ കിട്ടും. നിങ്ങൾ അവിടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായി, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് മാറുക. അതിനുള്ള കേപ്പബിലിറ്റി, സ്കിൽസ് നിങ്ങൾ നേടണമെന്ന് മാത്രം. പാർട്ട് നമ്പർ 7, മെന്റർഷിപ്പ് മോഡൽ. എന്താണിത്? നിങ്ങൾ ഒരു കുറച്ച് ഏജന്റ്സിന് മെന്ററായി നിൽക്കുക. അതാണ്, നിങ്ങൾ കുറച്ച് ഏജന്റ്സിനെ മെന്ററായി നിൽക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ട്രെയിൻ ന്യൂ ഏജന്റ്സ്. പുതിയ ഏജന്റ്സിനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. അങ്ങനെ ട്രെയിൻ ചെയ്ത് വരുന്ന ഏജന്റ്സ് നേടുന്നതിൽ നിന്ന് ഏൺ ഫ്രം ദർ ഗ്രോത്ത്, അവരുടെ വളർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഗ്രോ വിത്ത് ഇമ്പാക്ട്. ഇവിടെ നിങ്ങൾ വളരുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ്. ആ ഇമ്പാക്റ്റിലൂടെ നിങ്ങൾക്കും ഗ്രോ ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആകുക എന്ന് പറയുന്നത് ഒരു സെയിൽസ് ജോബ് അല്ല. നിങ്ങൾ ഒരു
പോളിസി വിൽക്കുമ്പോൾ, ഒരു പോളിസി ഒരാൾക്ക് വിൽക്കുമ്പോൾ നിങ്ങൾ ഒരു കുടുംബത്തെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് സംരക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫാമിലി നാളെ നിങ്ങളോട് ഒരു താങ്ക് യു പറഞ്ഞാൽ അതൊരു കമ്മീഷനായിട്ടല്ല കാണുന്നത്, ഒരു ബ്ലെസ്ഡ് ഇൻകം ആയിട്ടാണ് കാണുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റായ നിങ്ങൾ ഇനി ഈ 2025-26 കാലഘട്ടത്തിൽ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ഇൻകം മാത്രമല്ല, ഒരു പാസീവ് ഇൻകം സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യും. ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ച് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യൂ, കാരണം വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ടാഗ് ചെയ്യൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. See you in the next video.